ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ വെട്ടിലായി എന്നാണ് ചില മാധ്യമ വാർത്തകൾ. രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് നടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് തുറന്നു പറഞ്ഞതോടെ ഉടൻ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടും കഴിഞ്ഞു. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? സിനിമയിൽ ചാൻസ് കിട്ടാത്ത ചൊരുക്കിന് ഒരു സ്ത്രീ വർഷങ്ങൾക്ക് ശേഷം ഒന്നും രണ്ടുമല്ല 15 വർഷങ്ങൾക്ക് ശേഷം ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് ആ സംവിധായകൻ തന്റെ കയ്യിൽ തൊട്ടു, വളകളിൽ പിടിച്ചു, കഴുത്തിലും മുടിയിലും തലോടി എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ കയറി ആ സംവിധായകനെ അങ്ങ് സ്ത്രീ പീഡകനായി ചിത്രീകരിക്കുന്നത് എവിടത്തെ ന്യായമാണ്? 2009, 2010 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നത്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അകലെ എന്ന സിനിമയിൽ താൻ അഭിനയിച്ചിരുന്നു. അതിലെ അഭിനയം കണ്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത്. ഓഡീഷൻ എല്ലാം കഴിഞ്ഞതായിരുന്നു. രാവിലെ സംവിധായകൻ രഞ്ജിത്തിനെ കണ്ടു. കൊച്ചിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. വൈകിട്ട് അണിയറ പ്രവർത്തകരുമായി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസറാണ് ക്ഷണിച്ചത്. ഇവിടെ വെച്ച് തന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു. സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് എന്ന് കരുതി റൂമിലെത്തിയപ്പോൾ രഞ്ജിത്ത് കയ്യിൽ തൊട്ടു, വളകളിൽ പിടിച്ചു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. പെട്ടെന്ന് പ്രതികരിക്കാനായില്ല. ഇതോടെ രഞ്ജിത്ത് കഴുത്തിലും മുടിയിലും തലോടി. ഇതോടെ ഞെട്ടിയ ഞാൻ ഉടൻ തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി. ആ രാത്രി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത്. ആ ദിവസം ഒരിക്കലും മറക്കാനാവില്ല എന്നൊക്കെയാണ് ഈ നടി സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. സംഭവത്തിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോട് ഈ നടി പരാതി പറഞ്ഞിരുന്നു അത്രേ. ജോഷി ജോസഫ് എന്താ പോലീസാണോ? അത്ര വലിയ സംഭവമായിരുന്നുവെങ്കിൽ ഈ നടിക്ക് നേരെ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്തുകൂടായിരുന്നു. അതല്ലെങ്കിൽ ഒരു ഫോൺ കോൾ. അതൊന്നും ചെയ്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇനിയും ഇതേപോലെ ചാൻസ് കിട്ടാതെ പോയ നടിമാർ വന്ന് കണ്ണീർ കഥകൾ പറയും. ഇക്കിളിക്കഥകൾ ആസ്വദിക്കുന്ന ജനത്തിന് നല്ല രസം. ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടാൻ ഇതിനേക്കാൾ നല്ലൊരു കലാപരിപാടിയുമില്ല. ഓഡീഷന് വന്ന് സിനിമയിൽ ചാൻസ് കിട്ടാത്തവരാണ് പിന്നെ ആ ചൊരുക്ക് തീർക്കാൻ സംവിധായകനും നിർമ്മാതാവിനും മറ്റ് അണിയറ പ്രവർത്തകർക്കും ഒക്കെ നേരെ ഇങ്ങനെ വന്ന് പരാതികൾ ഉന്നയിക്കുന്നത്. ചാൻസ് കിട്ടിയവർക്ക് ഇവിടെ ഒരു പരാതിയുമില്ല. അതാണ് സിനിമാ ലോകം. അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്നും കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണമെന്നും കൂടി ഈ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെന്താ ഈ നടിക്ക് അന്ന് തന്നെ പരാതിയുമായി പോലീസിനെ സമീപിച്ചുകൂടായിരുന്നോ? ഈ 15 വർഷം കാത്തിരിക്കണമായിരുന്നോ? ഈ 15 വർഷക്കാലം കഴിഞ്ഞിട്ടും ഇവരൊരു അറിയപ്പെടുന്ന നടിയൊന്നുമായിട്ടില്ല. സിനിമയിൽ കഴിവുള്ളവർക്കേ ചാൻസ് കിട്ടൂ. അവർ ഉയരങ്ങളിലെത്തും. അല്ലാത്തവർ, സ്വയം അഭിനയ മികവ് പുലർത്താൻ കഴിയാത്തവർ സംവിധായകൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. നീതിയും നിയമവും ഒക്കെയുള്ള നാടാണിത്. ജനുവിനായ പീഡന സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അന്വേഷണം നടത്തും. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഈ നടിയോട് താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്ന് രഞ്ജിത്ത് പ്രതികരിച്ചിട്ടുണ്ട്. ശ്രീലേഖ മിത്ര പാലേരി മാണിക്യത്തിന്റെ ഓഡീഷന് വന്നിരുന്നു എന്നത് ശരിയാണ്. കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് പരിഗണിക്കാതിരുന്നത് എന്നും രഞ്ജിത്ത് പറയുന്നു. ശ്രീലേഖ പറഞ്ഞതാണ് സത്യമെന്നും രഞ്ജിത്ത് പറയുന്നത് കള്ളമെന്നും വിധി എഴുതുന്ന അധമ മാധ്യമ പ്രവർത്തനം എന്നാണ് അവസാനിക്കുക. ഇത്തരം ആരോപണങ്ങൾ സിനിമയിലെ പ്രമുഖരായ സംവിധായകരെ കുറിച്ചും നിർമ്മാതാക്കളെ കുറിച്ചും നായക നടന്മാരെ കുറിച്ചുമൊക്കെ മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ട്. വിജയ് ബാബു, ഒമർ ലുല്ലു, അങ്ങനെ ചില പേരുകളാണ് പെട്ടെന്ന് ഓർമ്മയിലെത്തുന്നത്. പോലീസിലും കോടതികളിലുമൊക്കെ എത്തിയ കേസുകളാണിവ. എന്നിട്ടെന്തായി? കഴിഞ്ഞ ദിവസം പ്രമുഖ നടി ശ്രീയ രമേശ് ഫേസ്ബുക്കിൽ എഴുതിയതാണ് ഓർമ്മ വരുന്നത്. നമ്മൾ നമ്മളായി നിന്നാൽ ഒരാളും പ്രശ്നത്തിന് വരില്ല. വന്നാൽ അന്നേരം പ്രതികരിക്കണം. അതല്ലേൽ അത്തരം ആളുകളിൽ നിന്നും മാറിപ്പോകണം. അത്രയേ ഉള്ളൂ കാര്യം. നോ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന കാര്യങ്ങളാണ്. ട്രെയിനിൽ സൗമ്യയെ പീഡിപ്പിച്ചു കൊന്ന ഗോവിന്ദച്ചാമിമാരായും കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്നവരും ഡൽഹിയിൽ നിർഭയയെ ബസ്സിലിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നവരുമൊക്കെയായ സൈക്കോ ക്രിമിനലുകളുമായും സൂര്യനെല്ലിയിലും കൊട്ടിയത്തും കിളിരൂരിലും കവിയൂരിലും വാളയാറിലും വണ്ടിപ്പെരിയാറിലും അങ്ങനെ നിരവധിയായ കേസുകളിൽ അശരണരും ദുർബലരുമായ പാവം പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ചതിയിൽപ്പെടുത്തിയും പീഡിപ്പിച്ചു കൊന്നവരുമായുമൊക്കെ നമ്മുടെ സിനിമക്കാരെ താരതമ്യം ചെയ്യരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.